ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പി. അപ്പൊ ഇത് യോഗ്യമായിട്ട് നമ്മളെ നടത്തും. ഒരു കാലത്ത് തെറിയും പറഞ്ഞ് വീടിയും വലിച്ച് കള്ളും കുടിച്ച് ഉടുതുണിയും പറിച്ച് തലയെ കെട്ടി കുടിച്ചിട്ടെ പെമ്പളെയും തല്ലി ഇടിച്ച് മുടിക്കുത്തിന് പിടിച്ചിടിച്ച് കൊച്ചുങ്ങളെയും തല്ലി ഇടയ്ക്ക് കയറി അത് അള്ളക്കിട്ട് വന്ന് കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിച്ച ഒത്തിരി പേരുണ്ട്. ആർക്കും വേണ്ടാതെ ഓടയെ കിടക്ക ഓടെ കയ്യാലെ ഓടി ഉടനെ പറഞ്ഞു ആണ്ട നിങ്ങൾ ഒരാൾ ഞങ്ങളുടെ ഇടവകയാണ്. കാരണം ഇടവകയല്ല, കയ്യാലേക്കും ഓടയ്ക്കും അതാ ഇടവക. ഒരു കാലത്ത് ഇങ്ങനായിരുന്നു പലരും. എന്നാൽ സുവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ എത്ര യോഗ്യമായിട്ടാ പോകുന്നേ. സംസാരം യോഗ്യമായത്, വസ്ത്രധാരണ യോഗ്യമായത്, സമീപനം യോഗ്യമായത്, ഇടപാടുകൾ യോഗ്യമാണ്. അങ്ങനെ വേണം, അങ്ങനെ വേണേ. ഒന്നും വിവരിക്കുന്നില്ല, യോഗ്യമായിട്ട് നടക്കും. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേയൊക്കെ അനാവശ്യം പറയുന്ന ആൾക്കാരുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം നിർത്തി സ്തോത്രം പറയും. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ തല്ലുണ്ടാക്കുന്നവരുണ്ടായിരുന്നു, അടിയുണ്ടാക്കും. ഞാൻ ഒരു തള്ളയുണ്ട് ഇപ്പോൾ കൊണ്ട് ജീവിച്ചിരിക്കുന്നത്. അവർ ഒന്ന് പറഞ്ഞാണ് അതിന് അടിക്കും അവർ. ഈയിടെ ഞങ്ങൾ പോയി കണ്ടു. ഇപ്പോൾ 100 വയസ്സ് കഴിഞ്ഞു. ഒരു പഴയ സഖാവായിരുന്നു, പേരുമൊക്കെ അങ്ങനെ. അടിക്കല്ല അവർ നല്ല തീറുകൈക്ക്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, അമ്മേ ഇന്നയിടത്തെ ആളിനെ അമ്മ തല്ലിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. പാർട്ടിക്കാരിയല്ലേ, നല്ല 6 അടി പൊക്കമുണ്ട്, നല്ല നല്ല കരുത്താണ്, ചളക്ക് ദേഹമൊന്നുമല്ല. അപ്പോൾ ഞാൻ സംസാരിച്ച അമ്മ ഇന്നയിടത്തെ ഇന്നയാളിനെ തല്ലിയിട്ടുണ്ടെന്നാ വക്കീലിനെ തല്ലിയെന്നാ ഞാൻ. പിന്നെ അവനെ കയറി ചെന്ന് ഞാൻ കാലുമടക്കി അടിച്ചെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കാലുമടക്കി. ഞാൻ ചോദിച്ചു എങ്ങനെ അടിച്ച്? ഞാൻ അങ്ങോട്ട് കയറി മുച്ചവിടെ നിന്ന് വെച്ച് കാലുമടക്കി 6-ാം മാല് നോക്കി അടിച്ചെന്ന് പറഞ്ഞു. അവൻ കവണ് വീണപ്പം കത്രിക പൂട്ടിട്ട് അവനെ ഞാൻ തള്ളയ്ക്ക് വകുപ്പൊക്കെ അറിയാം കേട്ടോ. എന്നോട് പറഞ്ഞ എൻ്റെ അപ്പൻ ചേലക്കൊമ്പിൽ നിന്ന് അഭ്യാസികളെ കൊണ്ടുവന്ന എന്നെ പഠിപ്പിച്ചെന്ന്. ചേലക്കൊമ്പിൽ നിന്ന് വലിയ അഭ്യാസികളാണ്. പിന്നെ ഒക്കെ അറിയാവുന്നവരുണ്ടെന്ന് ഇവിടെ. ഇപ്പോഴും തള്ള നിന്ന ചോടയിലേ നിൽക്കുകയുള്ളൂ, അറിയാം അവർക്ക്. പക്ഷേ ആ അമ്മ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് യോഗ്യമായിട്ടായിപ്പം സംസാരവും ഇടപാടും. ആയ കാലത്ത് അറിഞ്ഞ തള്ള ഒരെണ്ണത്തിനെ വെച്ചേക്കുകയല്ല, കണ്ടിക്കും. സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും.